ഇപ്പോൾ ജില്ലാ കളക്ടർ സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. വരാൻ പോകുന്നത് ആ വർക്ക് നാളെ തന്നെ തുടങ്ങാം. ബിക്കോസ് അത് അവാർഡഡ് ആണ്. കോൺട്രാക്ടർ അതിൻ്റെ മെറ്റീരിയൽസ് ലെവൽസ് ആ വർക്കെല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണ്. സോ അത് നാളെ തന്നെ തുടങ്ങും. നാളെ മീൻസ് ഇപ്പോൾ 17-ാം തീയതി തന്നെ തുടങ്ങാനുള്ള നടപടി സ്വീകരിക്കും. നാളെ തന്നെ അത് തുടങ്ങും. അത് റേഞ്ച് ഓഫീസർ അത് ഉറപ്പ് തന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഇവിടെ സോളാർ ഫെൻസിങ്ങിൻ്റെ മെയിൻ്റനൻസ് വർക്ക്സ് അത് മിഷൻ സോളാർ ഫെൻസിൻ്റെ പേരിൽ ഓൾറെഡി മിനിസ്റ്ററുടെ ഒരു പ്രോഗ്രാം ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ സ്ഥലത്ത് 21-ാം തീയതി തുടങ്ങാനുള്ള 21-ാം തീയതി തുടങ്ങും. അത് ഓൾറെഡി പ്ലാൻഡ് ആണ്. അത് പിന്നെ ഉള്ളത് ഫുൾ ഫെൻസിങ് ഒരു 2 കിലോമീറ്റേഴ്സിൻ്റെ സോളാർ. അത് ടെൻഡർ എടുത്തിട്ടില്ല, ഒന്നുകൂടി എടുത്ത് ഓൾറെഡി കോൺട്രാക്ടറെല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. സോളാർ ഫെൻസിങ്, ഹാങ്കിങ് സോളാർ ഫെൻസാണ് ജനങ്ങളുടെ ആവശ്യം. അതും ചെയ്യാനുള്ള നടപടി എടുത്തിട്ടുണ്ട്. ഉടനെ തന്നെ അത് അവാർഡ് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഇവിടെയുള്ള ലൈറ്റാണ്. സ്ട്രീറ്റ് ലൈറ്റാണ്. പഞ്ചായത്തോട് സംസാരിച്ചു. അവിടെ ഒരു സാങ്കേതിക കാര്യം, മെയിൻ്റനൻസ് 5 ദിവസത്തിൽ തന്നെ അത് ചെയ്യും. വേറെ ഒന്നുമല്ല, സെക്രട്ടറിമാരെ അഡീഷണൽ സെക്രട്ടറിക്ക് ചാർജ് ഉണ്ടായിരുന്നപ്പോൾ ലോഗിൻ അങ്ങനെ ഒരു ചെറിയ സാങ്കേതിക പ്രശ്നമാണ്. അടിയന്തരമായിട്ട് ആ ലൈറ്റിംഗ് പ്രശ്നം 5 ദിവസത്തിൽ പരിഹരിക്കും. ഫുൾ വർക്ക് ടെൻഡർ ചെയ്ത് അതും നമുക്ക് സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാൻ പറ്റും. ഇത് മാത്രമല്ല, നമുക്ക് RRTയെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള വണ്ടി ഇപ്പോൾ MLA കോതമംഗലം MLA ആന്റണി ജോണിയുടെ ഫണ്ടിൽ നമുക്ക് വണ്ടി വാങ്ങാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിനൊരു സമയമുണ്ട്. അതുവരെ വാടകയ്ക്ക് എടുക്കാനുള്ള നിർദ്ദേശം തന്നിട്ടുണ്ട്. അത് അവർ പാലിക്കും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും. പിന്നെ വേറെ ഒരു ടെക്നിക്കൽ കാര്യം വന്നത് NRGs വെച്ചിട്ട് ഈ വിസ്റ്റ ക്ലിയറൻസ് ചെയ്യുന്നതാണ്. അത് അടിയന്തരമായിട്ട് അത് പരിശോധിച്ചിട്ട് അതെന്താണ് ഇപ്പോൾ അതൊന്ന് സ്റ്റഡി ചെയ്തിട്ട് അതിലൊരു തീരുമാനം പറയും. ഇത് എല്ലാത്തിനും അവലോകനം. ബിക്കോസ് ഒരു ഫോളോ അപ്പ് ഇല്ലാന്നാണ് ജനങ്ങളുടെ മേട്ടത്. ഇപ്പോൾ ഡേറ്റ് 16, 27-ാം തീയതി കോതമംഗലത്ത് തന്നെ വെച്ച് എൻ്റെ ഒരു റിവ്യൂ ഇവിടെ ഉണ്ടാവും. അത് ആ ഉറപ്പും ഞാൻ തരുന്നു. സോ ദാറ്റ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏത് സ്റ്റേജിലെത്തി, എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, RRTs കറക്റ്റ് നടക്കുന്നുണ്ടോ, ഇവിടെ വേറെ പരാതികളുണ്ടോ, അതെല്ലാം കൃത്യമായിട്ട് അവലോകനം ചെയ്യും. ഈ ഉറപ്പ് ഇപ്പോൾ ഞങ്ങൾ അവിടെ പോകുന്നു. ജനങ്ങൾക്ക് ആ ഉറപ്പ് തന്ന് അടിയന്തരമായിട്ട് ബോഡി ഇപ്പോഴും എങ്ങനെ മരിച്ച് ആ സ്റ്റേജിലാണ്. 5 ലക്ഷത്തിന് ബാക്കി 5 ലക്ഷത്തിന് ചെക്ക് കൂടി ഡേറ്റ് ഇട്ട് ഇന്ന് തന്നെ കൊടുക്കാനുള്ള സംവിധാനം ചെയ്യാം. സോ ഒരു ആൾ മരിച്ച് കിടക്കുകയാണ്. സ്വന്തം സിസ്റ്റർ ഇപ്പോൾ അതൊരു ഇമോഷണൽ സിറ്റുവേഷനാണ്. അതുകൊണ്ട് നമ്മൾ ഉൾക്കൊള്ളിച്ച് ഈ ഉറപ്പുകൾ, അതിൻ്റെ ഫോളോ അപ്പ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉറപ്പ് തരണം. അത് അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ ജനങ്ങൾ വികാരം, അവരുടെ വികാരം ഫുൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെ എല്ലാവരും എത്തിയിട്ടുള്ളത്. ഇപ്പോൾ പറഞ്ഞതെല്ലാം, ഇതിലൊന്നും പുതിയ പ്രോജക്റ്റ് ഉണ്ടാക്കും, ചെയ്യാൻ പോകുന്നത് ഒന്നും പറഞ്ഞിട്ടില്ല. ഓൾറെഡി ടെൻഡർ ചെയ്തത്, അവാർഡ് ചെയ്തത് തുടങ്ങും. അങ്ങനത്തെ കാര്യങ്ങളാണ് പറയുന്നത്. സോ ഒരു പ്രോഗ്രസ് നടന്നിട്ടുണ്ട്. അത് പ്രോപ്പറായിട്ട് ചെയ്യാനുള്ള എന്ത് ചെയ്താലും ഒരു ജീവൻ തിരിച്ച് നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അത് ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ നടപടികളും സിൻസിയറായിട്ട് ഫോറസ്റ്റ്, ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ, ജനപ്രതിനിധികൾ, പഞ്ചായത്ത് എല്ലാവരും ചെയ്യുന്ന ഒരു ഉറപ്പ് ജനങ്ങൾക്ക് ഹാർട്ട് ഫെൽട്ടായിട്ട് ഞങ്ങൾ തരും. അത് ഫോളോ അപ്പും ഞങ്ങൾ ചെയ്യുന്ന ഒരു ഉറപ്പ് തരും. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അവിടെ ജനങ്ങളോട് ഇത് ബോധ്യപ്പെടുത്തി, അവരുടെ വികാരം ഫുള്ളി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ബോധ്യപ്പെടുത്തി അർജൻറ്റായിട്ട് ബോഡി, ബിക്കോസ് ഒരു ബോഡി ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അതിനോടാണ് ലാസ്റ്റ് റെസ്പെക്ട്സ് നമ്മൾ കറക്റ്റ് ചെയ്യണം. ആ ഒരു കാര്യവും നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഇതിൽ എല്ലാ ജനങ്ങളും ഇതിൻ്റെ ഫോളോ അപ്പും ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കത് ചെയ്യും. യെസ്, അത് റേഞ്ച് ഓഫീസർ ഇല്ല, ഇപ്പോൾ അനിമൽ ഇപ്പോൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ വേറെ ഒരു കാര്യം ചോദിച്ചത് ഒരാൾ മരിച്ച ജോലിയുടെ കാര്യമാണ്. നമുക്കത് കുടുംബത്തിൻ്റെ അവസ്ഥ അടിയന്തരമായിട്ട് സർക്കാരിലേക്ക് നമ്മൾ നാളെ തന്നെ കളക്ടറിൻ്റെ നിലയിൽ തഹസിൽദാർ റിപ്പോർട്ട് വാങ്ങി നാളെ തന്നെ ഞാൻ അറിയിക്കാം. അതിൻ്റെ പകർപ്പ് ജനങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, പ്ലീസ്. നമ്മൾ അങ്ങോട്ട് പോയി ചെക്ക്. അതെ, ഓക്കെ, ശരി, പ്ലീസ്. താങ്ക് യു.